ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് അലോക്കേഷ്യ വെറൈറ്റികളാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നല്ല ഭംഗി തരുന്ന നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒരേപോലെ സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റികളാണ് ഈ അലോക്കേഷ്യ ചെടികൾ. അതിൽ തന്നെ വളരെ വ്യത്യാസമുള്ള, അതേപോലെ ഇലകൾക്കൊക്കെ കളർ ചേഞ്ച് ഉള്ളതുമായിട്ടുള്ള നിരവധി വെറൈറ്റികളുണ്ട്. ഈ കാണുന്നത് അലോക്കേഷ്യയുടെ നെബുല്ല എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇലകൾ നല്ല കട്ടിയായിരിക്കും. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഇലകളാണ് ഈ ചെടിക്കുള്ളത്. അത്യാവശ്യം വില കൊടുത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. ചെറിയൊരു കട്ടിങ് തന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് 100 രൂപയ്ക്കാണ്. ചെറിയൊരു ബഡിൽ നമുക്ക് ചെറിയൊരു പീസ് കിട്ടിയത് 100 രൂപയ്ക്ക് കിട്ടിയൊരു ചെടിയായിരുന്നത്. അപ്പോൾ നമ്മൾ നട്ടുകൊടുത്ത് ഈ രീതിയിലാക്കിയെടുത്തതാണ്. അടുത്തതാണ് നമ്മുടെ അലോക്കേഷ്യയുടെ ഗ്രീൻ ഷീൽഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട്. ഇത് നമുക്ക് എങ്ങനെ റീപോർട്ട് ചെയ്യാമെന്നുള്ളതൊക്കെ നോക്കാം. ഇത് ഇലകൾക്ക് അത്ര കട്ടിയില്ലെങ്കിലും ഇലകൾ കാണാൻ സെയിം ഈ ഒരു വെറൈറ്റിയുടെ അതേ സെയിം ലീഫുകളായിട്ട് തോന്നും. അതിൻ്റെ ഈ ലീഫിൻ്റെ കളറിന് മാത്രം ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഈ കാണുന്നതും. ഇത് നമ്മൾ വലിയൊരു ഇതിൻ്റെ അലോക്കേഷ്യയുടെ അത്യാവശ്യം വലിയൊരു ചെടിയിൽ നിന്ന് ചോട്ടിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള കട്ടിങ്ങുകളാണ്. അപ്പോൾ അലോക്കേഷ്യയുടെ ഏത് വെറൈറ്റി ആണെങ്കിലും നമുക്ക് ഈ രീതിയിൽ അതിൻ്റെ ചോട്ടിലെ കിഴങ്ങുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് നടുന്നത് എങ്ങനെ നോക്കാം. ഈ ഒരു പോട്ടി മിക്സാണ് ചെടി നടാൻ വേണ്ടി എടുക്കുന്നത്. അതേപോലെ ചട്ടി സിമെൻറ്റിൻ്റെ ഒരു പോട്ടാണ്, അത്യാവശ്യം വലുപ്പമുള്ള പോട്ട്. ചുവട്ടിൽ കുറച്ച് ചകിരിത്തോണ്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചെടി അത്യാവശ്യം ഈർപ്പം നിലനിൽക്കുന്ന ചെടിയായിരിക്കണം. അതേപോലെ ഓവർ വെയിലും ആവശ്യമില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ചെടി സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മണ്ണ് നമ്മൾ അധികം ഈർപ്പമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള മണ്ണ് എടുക്കുക. അതിലേക്കാണ് നമ്മൾ ചെടി വെച്ചെടുക്കുന്നത്. നമ്മൾ ചാണകപ്പൊടി, മണ്ണ്, അതേപോലെ തന്നെ കോക്കോപ്പീറ്റ്, ഇത് മൂന്നും ആഡ് ചെയ്തിട്ടുള്ള ഒരു മണ്ണാണ്. ഈ ഒരു മണ്ണിലാണ് നമ്മൾ ചെടി നട്ടു കൊടുക്കുന്നത്. മണ്ണ് ഏകദേശം നമ്മൾ ചട്ടിയുടെ അരഭാഗത്തോളം നിറച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെടി ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവിടെ പോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് വെറൈറ്റി ആയാലും നമ്മുടെ അലോക്കേഷ്യയുടെ ഏത് വെറൈറ്റികളാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ്. ഇതൊന്നും നമുക്ക് റീപോർട്ട് ചെയ്യാനുള്ള ചെടിയാണ്. അപ്പം നട്ടു കൊടുത്തതിന് ശേഷം അത്യാവശ്യം ലീഫുകളൊക്കെ ആയി വന്നിട്ടുണ്ട്. മറ്റ് വെറൈറ്റികളൊക്കെ നമുക്ക് പരിചയപ്പെടാം. അത്യാവശ്യം വലുപ്പമുള്ളൊരു ചെടിയാണിത്. അലോക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു നീഗ്ര എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് നമ്മൾ മറ്റു പേരുകളിലൊക്കെ അറിയപ്പെടാറുണ്ട്. നമ്മുടെ കലേഡിയം വെറൈറ്റിയിൽ എലഫൻറ്റ് എറ എന്ന വെറൈറ്റിയിലും ഈ ഒരു ചെടി, ഇതിൻ്റെ ഗ്രീൻ വെറൈറ്റിയൊക്കെ അറിയപ്പെടാറുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പവും നല്ല ഹൈറ്റിലൊക്കെ വളർന്നു വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഇതിൻ്റെ ലീഫുകൾ നോക്കിയാൽ അറിയാം, ഒരു ചെറിയൊരു ചുളിവുള്ള രീതിയിൽ ആയിരിക്കും. അതേപോലെ മറ്റൊരു വെറൈറ്റിയാണിത്. ഇത് എലഫൻറ്റ് കലേഡിയാണ്. അതും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുകിട്ടുന്ന കുറച്ച് കലേഡിയം വെറൈറ്റികളാണ്. കലേഡിയങ്ങളൊക്കെ നമ്മൾ ചെറിയ പോട്ടുകളിലൊക്കെ ഹൈറ്റ് സെറ്റ് ചെയ്താണ് നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ടുവരുന്ന കുറച്ച് വെറൈറ്റികൾ നമ്മൾ കളക്ട് ചെയ്ത് ഒരു കളക്ഷനാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് ചെടികളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു ഗാർഡനിലൊക്കെ ചെറിയ രീതിയിൽ ഡെക്കറേറ്റീവ് ആയിട്ടൊക്കെ ഈ ഒരു ലീഫ് പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ചെടികളൊക്കെ വളർത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ ഏത് വെറൈറ്റി ആണെങ്കിലും നമുക്ക് വളമായിട്ട് ചാണകപ്പൊടിയും മണ്ണും ഒക്കെ മതിയാവും. നമ്മൾ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ഒന്ന് നനച്ച് കൊടുക്കുക. വേനൽക്കാലത്ത് ഇതിൻ്റെ ലീഫുകൾ കുറവായിരിക്കും. മഴക്കാലത്താണ് നല്ല രീതിയിൽ ഇതിൻ്റെ ലീഫുകളൊക്കെ തഴച്ച് വളരുന്നത്. അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അലോക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ടതും അതേപോലെ കലേഡിയം വിഭാഗത്തിൽപ്പെട്ടതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റികളാണ് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.